സ്ട്രെയിൻ ആയി കഴിയുമ്പം ഇൻഫ്ലമേഷൻ ആവാറുണ്ട്. അത് ഉളുക്കൊക്കെ വീണ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നീര് വെക്കാറുണ്ട്. അത് ബോഡി തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ബോഡി തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലമേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റൈസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൈസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കാൻ വേണ്ടിയല്ല. റൈസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് കൊടുക്കുക, ഐസ് വെക്കുക, കംപ്രഷൻ, എലിവേറ്റഡ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് റെസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കാല് വിളിക്കുമെന്ന് വെച്ചു, നമ്മൾ അതിലിട്ട് പണിയാതിരിക്കുക, തിരുമുക, തിരിക്കുക, ഇതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ അതിൽ വെയിറ്റ് കൊടുക്കാതിരിക്കുക, റെസ്റ്റ് കൊടുക്കുക, കംപ്ലീറ്റ്ലി റെസ്റ്റ് കൊടുക്കുക. പിന്നെ ഐസ് വെക്കുക. അതായത് നമുക്ക് ഐസ് ക്യൂബോ ഐസ് ബാഗോ നമുക്ക് ആ ഏരിയയിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഒരു 15-20 മിനിറ്റ് വെച്ച് ഒരു 4 മണിക്കൂർ ഇടവിട്ട് റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഒരു ബാൻഡേജ് ഒക്കെ കെട്ടി കംപ്രസ് ചെയ്ത് നമുക്ക് ആ ഏരിയയിൽ വെക്കാം. പിന്നെ എലിവേറ്റ് ചെയ്യാം. നമുക്ക് കാലിലാണെങ്കിൽ കാലൊക്കെ പൊക്കി വെച്ചിട്ട് റെസ്റ്റ് എടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് ഒരു 48 മണിക്കൂർ, അതായത് നമുക്കൊരു ഇഞ്ചറി ആയില്ലെങ്കിൽ, ഇങ്ങനെ ഇൻഫ്ലമേഷൻ ആയെങ്കിൽ 48 മണിക്കൂറിനകം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് കഴിഞ്ഞിട്ട് ഈ വേദനകളൊന്നും മാറുന്നില്ല, ഭയങ്കരമായിട്ട് വേദനയുണ്ട്, നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ എന്താണ് നീര് കൂടുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ട് കാണിക്കുക. അപ്പോൾ ഈ റൈസ് മെത്തേഡും കാര്യങ്ങളൊന്നും യൂസ് ഇല്ല. അതിൻ്റെ കൂടെ നമ്മൾ മെഡിസിൻ കൂടെ എടുക്കേണ്ടതാണ്.